തുടർച്ചയായി ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ആളുകളുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദിവസം പ്രധാനമന്ത്രിയായിരുന്ന റെക്കോർഡിലേക്ക് നരേന്ദ്രമോദി കടന്നു കയറുകയാണ്. ഇങ്ങനെ നടന്നു കയറുമ്പോൾ ജവഹർലാൽ നെഹ്റു ആയിരുന്നു ആദ്യത്തെ പ്രധാനമന്ത്രി. നെഹ്റു കുറച്ചു കാലം ഭരിച്ചിരുന്നു. അത് കഴിഞ്ഞ് വിവിധ പ്രധാനമന്ത്രിമാർ ഇന്ത്യയിൽ വന്നു. വളരെ വളരെ വലിയ രീതിയിൽ പ്രധാനമന്ത്രിമാർ ഇന്ത്യയിലുണ്ടായിരുന്നു. ആ പ്രധാനമന്ത്രിമാർ കഴിഞ്ഞാൽ ഇന്ദിരാഗാന്ധി ഒരു ദീർഘകാലം പ്രധാനമന്ത്രിയായിരുന്നു. അങ്ങനെ അവരുടെ എല്ലാം കണക്കെടുക്കുമ്പോൾ ആ കണക്കുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളായി ആര് മാറിയിട്ടുണ്ട്? നമ്മുടെ പിന്നെ പ്രധാനമന്ത്രി പട്ടികയിൽ വരുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആളായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി മാറിയിട്ടുണ്ട്. 1947 ഓഗസ്റ്റ് 15 മുതൽ 64 മെയ് 27 വരെ ജവഹർലാൽ നെഹ്റു ഭരിച്ചിരുന്നു. രണ്ടാമത് ഗുൽസാരിലാൽ നന്ദ ഇടക്കാലത്ത് ഭരിച്ചു. 64 മെയ് 27 മുതൽ 64 ജൂൺ 9 വരെ ഭരിച്ചു. പിന്നെ ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ത്യയിലെ വളരെ പ്രമുഖനായിരുന്ന കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു. 64 ജൂൺ 9 മുതൽ 66 ജനുവരി 11 വരെ ഭരിച്ചു. ഗുൽസാരിലാൽ നന്ദ വീണ്ടും ചെറിയൊരു ഇടവേള ഭരിച്ചു. 66 ജനുവരി 11 മുതൽ 66 ജനുവരി 24 വരെ ചെറിയൊരു പീരീഡ്. ഇന്ദിരാഗാന്ധിയാണ് പിന്നെ സീരിയസ് ആയിട്ട് ഭരിച്ചത്. 66 ജനുവരി 24 മുതൽ 77 മാർച്ച് 24, ഏകദേശം 11 വർഷത്തിലധികം ഇന്ദിരാഗാന്ധി ഇതിനെ ഭരിച്ചു. ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിക്കാതിരുന്നെങ്കിൽ, തീർച്ചയായിട്ടും സ്വാഭാവിക മരണമായിരുന്നെങ്കിൽ, കുറേ വർഷം കൂടി ജീവിച്ചിരുന്നെങ്കിൽ പ്രധാനമന്ത്രി തന്നെ ആയിരിക്കുമായിരുന്നു. അതിനുശേഷമാണ് ജനതാ പാർട്ടിയുടെ മൊറാർജി ദേശായി മന്ത്രിയാകുന്നു. അതായത് നമ്മുടെ അടിയന്തരാവസ്ഥ കഴിയുമ്പോൾ ഇന്ത്യയാകെ കൺഫ്യൂഷനായി, പ്രശ്നങ്ങൾ വലുതായി. അങ്ങനെ 77 മാർച്ച് 24 മുതൽ 79 ജൂലൈ 28 വരെ മൊറാർജി ദേശായി ഉണ്ടായിരുന്നു. പിന്നെ ചരൺ സിംഗ് വന്നു. അപ്പോൾ 79 ജൂലൈ 28 മുതൽ 80 ജനുവരി 14 വരെ. അപ്പോൾ രാജ്യം ഒരുപാട് സാമ്പത്തികമായിട്ടൊക്കെ പിന്നോട്ട് പോയി, തൊഴിൽപരമായിട്ട് മുന്നോട്ട് പോയപ്പോൾ ഇന്ത്യ കേട്ടൊരു മുദ്രാവാക്യമാണ് ഇന്ദിരയെ വിളിക്കൂ, ഇന്ത്യയെ രക്ഷിക്കൂ. അങ്ങനെ 1980 ജനുവരി 14 മുതൽ 84 ഒക്ടോബർ 31 വരെ ഇന്ദിരാഗാന്ധി വീണ്ടും പ്രധാനമന്ത്രിയായി. പക്ഷേ ഇന്ദിരാഗാന്ധി ഒക്ടോബർ 31 മരിച്ചു കഴിഞ്ഞതിന് ശേഷം അത് വലിയ ഒരു രക്തസാക്ഷിയാവുകയാണ് ചെയ്തത്. ശേഷം രാജീവ് ഗാന്ധി 84 ഒക്ടോബർ 31 മുതൽ 89 ഡിസംബർ 2 വരെ അദ്ദേഹവും പ്രധാനമന്ത്രിയായിരുന്നു. അദ്ദേഹവും ജീവിച്ചിരുന്നെങ്കിൽ, നല്ല പ്രായത്തിലാണ് മരിക്കുന്നത്, പിന്നെ ഈ രക്തസാക്ഷിയാവുന്നത്, ജീവിച്ചിരുന്നെങ്കിൽ ദീർഘകാലം പ്രധാനമന്ത്രിയായിരുന്നു. അത് കഴിഞ്ഞാണ് വി പി സിംഗ്, ജനതാ ഐക്യത്തിൻ്റെ വി പി സിംഗ് 1989 ഡിസംബർ 2 മുതൽ 90 നവംബർ 10 വരെ വി പി സിംഗ് ഇരുന്നു. പിന്നെ ചന്ദ്രശേഖർ ഇരുന്നു. ചന്ദ്രശേഖർ ജനതാ പാർട്ടി 90 മുതൽ നവംബർ 10 മുതൽ 91 ജൂൺ 21 വരെ ഇരുന്നു. പിന്നെ പി വി നരസിംഹറാവു വരുന്ന സമയത്താണ് കരുണാകരൻ ഒരു സാധ്യത ഉണ്ടായിരുന്നത്. പക്ഷേ നരസിംഹറാവു ആണ് ഇരുന്നത്, ആന്ധ്രയിൽ നിന്നുള്ള. 91 ജൂൺ 21 മുതൽ 96 മെയ് 16 വരെ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അടൽ ബിഹാരി വാജ്പേയിയുടെ കാലം വന്നു. 96 മെയ് 16 മുതൽ 96 ജൂൺ 1 വരെ ചെറിയൊരു കാലയളവിൽ അടൽ ബിഹാരി വാജ്പേയി ഉണ്ടായിരുന്നു. പിന്നെ എച്ച് ഡി ദേവഗൗഡ, ഇടതുപക്ഷ മതേതര ജനാധിപത്യ സഖ്യം എന്നൊക്കെ പറഞ്ഞുള്ള പരീക്ഷണത്തിൽ കർണാടകത്തിൽ നിന്നുള്ള എച്ച് ഡി ദേവഗൗഡ 96 ജൂൺ 1 മുതൽ പിന്നെ 97 ഏപ്രിൽ 21 വരെ അദ്ദേഹം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഐ.കെ. ഗുജറാൾ ഉണ്ടായിരുന്നു. എത്ര പേരാ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുണ്ടായിരുന്നു നോക്കൂ. ഐ.കെ. ഗുജറാൾ 1997 ഏപ്രിൽ 21 മുതൽ 98 മാർച്ച് 18 വരെ, അതും ചെറിയ കാലയളവായിരുന്നു. പിന്നെ ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. ഗ്ലോബലൈസേഷൻ്റെയും ആഗോളവൽക്കരണത്തിൻ്റെയൊക്കെ കഥകൾ പറയുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് 2004 മെയ് 22 മുതൽ 2014 മെയ് 17 വരെ 10 വർഷക്കാലത്തോളം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നരേന്ദ്രമോദി 2014 വന്നു. ഇപ്പോൾ 2026 ക്രോസ് ചെയ്ത് 29ലേക്ക് നീങ്ങുകയാണ്. അപ്പോൾ നരേന്ദ്രമോദിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇരിക്കുന്ന ഒരു പ്രധാനമന്ത്രി. എന്തായാലും വലിയ ഒരുപാട് ഇന്ത്യയെ ട്രാൻസ്ഫോം ചെയ്യുന്നതിലുള്ള ഒരുപാട് കാര്യങ്ങളുടെ പ്രോജക്റ്റുകൾ നടക്കുന്നു. അപ്പോഴും അടിസ്ഥാനപരമായ മേഖലകളിൽ ഇപ്പോഴും ഇന്ത്യ ഒരുപാട് റാങ്കിങ്ങിൽ പിറകിലാണ്. അതുകൂടി എടുത്തുകൊണ്ടുള്ള ഒരു വികസിത ഭാരതം വരും എന്നൊക്കെയാണ് BJP വൃത്തങ്ങൾ പറയുന്നത്. എന്തായാലും നരേന്ദ്രമോദി 3ാമത്തെ ടേംസിലും ഭരണത്തിൽ വന്നിട്ടുണ്ട്. ഇനിയും ഒരു ടേം കൂടി മത്സരിക്കുമോ എന്നുള്ളതും സംശയമാണ്. കാരണം അദ്ദേഹത്തിന് പ്രായമാകുന്നു. ഇപ്പോൾ തന്നെ BJPക്കകത്ത് 60 വയസ്സാണ് അവർ റൗണ്ട് ചെയ്ത് പിടിക്കുന്നത്. അങ്ങനെ പിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നരേന്ദ്രമോദിക്ക് എന്തെങ്കിലും എക്സെപ്ഷൻ കിട്ടുമോ എന്നുള്ളത് നമുക്കറിയില്ല.
എന്തായാലും 45 വയസ്സുകാരനെയാണ് BJPയുടെ പ്രസിഡൻ്റാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാം ചെറുപ്പത്തിലേക്ക് പോവുകയാണ് BJP. ആ ചെറുപ്പത്തിൻ്റെ ഒരു ചെറുപ്പമാകുന്നതിൽ നരേന്ദ്രമോദി വെട്ടി വീഴുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു ഭരണ വ്യവസ്ഥ കൊണ്ടുപോകണം എന്നാഗ്രഹിച്ച് 12 വർഷങ്ങൾക്ക് ശേഷം 13ാം വർഷത്തിലേക്ക് നരേന്ദ്രമോദി കടന്നിരിക്കുകയാണ്. ഈ സൂചിപ്പിച്ചതിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തി എന്നുള്ള നിലയിൽ BJPയുടെ നരേന്ദ്രമോദി ഈ ടേമും കൂടെ കഴിയുമ്പോൾ 15, 12, ഇപ്പോൾ 13, പിന്നെ 2, 3, 16 വർഷത്തോളം, 15 വർഷം, അതായത് 3 ടേം പ്രധാനമന്ത്രിയായിരുന്ന ആൾ എന്നുള്ള പ്രസക്തിയുമായിട്ടായിരിക്കും 4ാം ടേമിലേക്ക് പോകുന്നത്. അത് ആരായിരിക്കുമെന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഒരുപാട് നേതാക്കളുണ്ടല്ലോ BJPയിലും സംഘപരിവാറിലും. എന്തായാലും ഇന്ത്യയെ എന്ന് പറയുന്ന സംവിധാനത്തെ സ്വച്ഛ ഭാരത് മിഷനിലൂടെ, ജലജീവൻ മിഷനിലൂടെ, ഒരുപാട് പ്രോജക്റ്റുകൾ, ഊർജ്ജ മിഷനിലൂടെ, ഉജ്ജ്വൽ പദ്ധതികളിലൂടെ, ഡിജിറ്റൽ ഇന്ത്യയിലൂടെ, അതുപോലെ മെയ്ക്ക് ഇൻ ഇന്ത്യയിലൂടെ ഒരുപാട് പുതിയ പ്രോജക്റ്റുകൾ വന്നിരുന്നു. അതേസമയം തന്നെ കർഷകരുടെ പ്രശ്നങ്ങളുണ്ട്, തൊഴിലില്ലായ്മയുടെ പ്രശ്നങ്ങളുണ്ട്, കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ സീരിയസ് ആയി അഡ്രസ്സ് ചെയ്യാത്തതിൻ്റെ പ്രശ്നങ്ങളുണ്ട്, പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഫ്രീഡം, ഈ മീഡിയയ്ക്ക് മറ്റുള്ള ഫ്രീഡത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ കുറേ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ കുറേയധികം മേഖലയിൽ പ്രശ്നങ്ങൾ, കുറേയധികം മേഖലയിൽ നമ്മൾ ഒരുപാട് മുന്നോട്ട്. ഇതാണ് ഒരു മോഡി ചിത്രത്തിൻ്റെ ഒരു നക്സൽ. എന്തായാലും ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചു, ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ ഇന്ത്യ ഭരിച്ചു എന്നുള്ള ഒരു അവസരം ദാമോദർ മോദിക്ക് കിട്ടുന്നു. ശരിക്കും പറഞ്ഞാൽ വാജ്പേയി കഴിഞ്ഞാൽ LK അദ്വാനി ആയിരുന്നു വരേണ്ടിയിരുന്നത്. കന്യാകുമാരി മുതൽ കാശ്മീർ വരെ രഥയാത്രയൊക്കെ നടത്തി രാമക്ഷേത്രത്തിന് വേണ്ടിയിട്ടൊക്കെ വലിയ തോതിൽ BJPക്ക് ഹൈപ്പ് ഉണ്ടാക്കിയത് LK അദ്വാനിയാണ്, ലാൽ കൃഷ്ണ അദ്വാനിയാണ്. ആ സമയത്ത് അതിലൊരു ചെറിയ സംഘാടകൻ മാത്രമായിരുന്ന നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ നിന്ന് ഇന്ത്യയുടെ അമാനുഷനായ, ചോദ്യം ചെയ്യാനാവാത്ത, അൺക്വസ്റ്റ്യനബിൾ ആയിട്ടുള്ള പ്രധാനമന്ത്രിയായി മാറുന്ന കാഴ്ചയാണ് പിന്നെ നമ്മൾ കണ്ടത്. ഇനി ഇതുപോലെ തുടർച്ചയായി വരുന്ന കാര്യവും മറ്റാര് വന്നാലും അത്ര എളുപ്പമാണെന്ന് നമുക്ക് കരുതുക വയ്യ.